ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഈ കാലാകാലങ്ങളിലായി നിലനിന്നു പോകുന്ന ആചാരക്രമങ്ങളെ പറ്റി അത് മാറ്റിയെടുക്കണമെന്നാണ് ഇത് പറയുന്നത്. ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശമല്ല. മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ടോ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ടോ തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തു മത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. ഏതുവരെ മാറ്റാൻ പറ്റും, ഏതുവരെ മാറ്റാൻ പറ്റില്ല എന്ന് അതാത് സമുദായങ്ങളിൽ ചർച്ച നടന്നോട്ടെ. അങ്ങനെയല്ലേ നവീകരണം ഉണ്ടാകുന്നത്. ആ നവീകരണം ഉണ്ടായിക്കോട്ടെ. പക്ഷേ അതൊന്നും പൊതുചർച്ചയായി നടത്താൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഉള്ളത്. ക്ഷേത്രപ്രവേശനത്തിൽ പുരുഷന്മാരുടെ മേൽവസ്ത്രധാരണം കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണോ? സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സണിയം കബിക്കാട്, ശ്രീ TS ശ്യാമിൽ, ഒപ്പം BJPയിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു എന്നിവർ. ശ്രീ സണിയം കബിക്കാട്, അങ്ങേക്കെന്നെ കേൾക്കാമോ? അങ്ങേക്ക് കേൾക്കാമോ ശ്രീ സണിയം കബിക്കാട്? ഓക്കെ, ശ്രീ സണിയം കബിക്കാട്, ഇപ്പോൾ ഒരു മാറ്റവും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഒരു മാറ്റവും സ്വതയോ പൊടുന്നനെ ഉണ്ടാകില്ല. എവിടെ നിന്നെങ്കിലും ഒരു ചിന്താധാര ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷേ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ള ആഹ്വാനമാകുമ്പോൾ സ്വാഭാവികമായും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന പുതിയ വിവാദങ്ങളെ, അതിൻ്റെ കാമ്പിനെ, കഴമ്പിനെ കാണുന്നത്? അല്ല, ഇത് ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണം എന്നുള്ളത് ഒരു പുതിയ വാക്യമേ അല്ല. കാരണം ആചാരങ്ങൾ പല രൂപത്തിൽ പരിഷ്കരിക്കപ്പെട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആചാരങ്ങൾ പരിഷ്കരിക്കണം എന്നൊരഭിപ്രായം വരുമ്പോൾ തന്നെ അത് പറ്റില്ല, ഒരാചാരവും പരിഷ്കരിക്കാൻ പറ്റില്ല. ഇനി അഥവാ പരിഷ്കരിക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ ചില ആൾക്കാരുണ്ട്, അവർ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് ഒരു ആചാരം പരിഷ്കരിക്കണമെന്ന് പറയുന്നതിൽ ഇത്ര വലിയ കുറ്റകൃത്യമൊന്നുമില്ല എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആചാരങ്ങൾ പരിഷ്കരിക്കരുത് എന്ന് വാശി പിടിച്ചവർ ചരിത്രത്തിലെല്ലാ കാലത്തും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അതല്ലാതൊരു ചരിത്രം ഇല്ല നമുക്ക്. ആചാരങ്ങൾ പരിഷ്കരിക്കാൻ പാടില്ല, അതങ്ങനെ തന്നെ നിൽക്കണം, അത് നിന്നില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് വാശി പിടിച്ചവർ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ദയനീയമായി പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഈ അനുഭവം ഒരു ആധുനിക സമൂഹത്തിന് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഷർട്ട് ഊരി തൊടണോ ഷർട്ട് ഊരാതെ തൊടണോ എന്നുള്ളത് ചർച്ച നടക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണം. ആചാരങ്ങൾ മാത്രമല്ലെന്നേ, സാമൂഹിക ശീലങ്ങൾ, നിയമങ്ങൾ, ഇങ്ങനെ പലതും പരിഷ്കരിക്കപ്പെടണം. അത് പരിഷ്കരിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിലൊരു കഴമ്പുമില്ല. അങ്ങനെ പറയുന്നവരൊരു പ്രശ്നം, അവർ വളരെ ഗൗരവമായി ചരിത്രാനുഭവങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം. അവർക്ക് കേരളത്തിൻ്റെ ചരിത്രം, കഴിഞ്ഞൊരു 100 വർഷത്തെ ചരിത്രമെടുത്താൽ എത്രയോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും സാമൂഹിക ശീലങ്ങളുമാണ് നമ്മൾ മാറ്റിമറിച്ചത്. ഇതൊന്നും മാറാതിരുന്നാൽ നമ്മളുടെ ജീവിതം എന്തായി തീരുമായിരുന്നു?
അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇനിയും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം വരുമ്പോൾ ഇത്രമേൽ വലിയ ചർച്ചയാക്കുകയും ഇതെന്തോ അപകടം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു വിവേകമുള്ള സമൂഹത്തിൻ്റെ ലക്ഷണമായിട്ട് എടുക്കാൻ പറ്റില്ല. ഓരോ സമയത്ത് ഓരോ ന്യായങ്ങളാണ് പറയുന്നത് എന്നുള്ളതല്ലാതെ ബലത്തിൽ ഇതിനെ എതിർക്കുക, അത് മാറ്റാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുക, അവർക്ക് യുക്തിഭദ്രമായി മാറ്റാൻ പാടില്ല എന്ന് പറയാൻ യുക്തിഭദ്രമായി ഒരു തെളിവും ചരിത്രം അവർക്ക് കൊടുക്കുന്നില്ല. അത് അവർ മനസ്സിലാക്കണം. ഇത് വെറുതെ വിവാദമുണ്ടാക്കേണ്ട കാര്യമല്ല. വിവാദങ്ങൾ തിന്ന് ജീവിക്കാനല്ല നമ്മൾ പരിശീലിക്കേണ്ടത്. യുക്തിഭദ്രമായി കാര്യങ്ങൾ പരിശോധിക്കുക. വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ അത് പരിഷ്കരിക്കണമെന്ന് വിശ്വാസി ആയിട്ടുള്ളൊരു സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു. അതൊരു വലിയ കുറ്റമായി പോയി എന്നുള്ള തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഒരു വിവേകമുള്ള സമൂഹത്തിൻ്റെ ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ ചർച്ചകളെ വലിയ തോതിൽ വിവാദമാക്കേണ്ടതില്ല. മാറ്റങ്ങൾ എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതിന് കീഴ്പ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ അതിനെ വിധേയരാകാതെ ഇരിക്കുന്നവർ പരാജയപ്പെട്ടു പോവുകയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടർ സണ്ണി എം കബിക്കാട് പറഞ്ഞു വെക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ നമുക്ക് സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹം അങ്ങനൊരു ചിന്താധാര ഉയർത്തി മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ ആചാരങ്ങളിൽ മാറ്റം വരരുത് എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുന്നവർക്ക് പെട്ടെന്നങ്ങ് തള്ളിപ്പറയാൻ കഴിയുന്ന ഒരാളല്ല. അവിടെ മുഖ്യമന്ത്രി അതിനെ പിന്തുണച്ചു എന്നതിലൂന്നിയായിരുന്നു NSSന്റെ വിമർശനം പോലും വരുന്നത്. ഈ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് പുരുഷന്മാർ മേൽവസ്ത്രം ഉപേക്ഷിച്ച് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ. പല ക്ഷേത്രങ്ങളിലും പലതാണ് രീതികളും. ചില ക്ഷേത്രങ്ങളിൽ ധരിച്ച് പ്രവേശിക്കാം, ചില ക്ഷേത്രങ്ങളിൽ ധരിക്കാതെ പ്രവേശിക്കാം, ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ രണ്ടുമാകാം. ഇപ്പം ശബരിമലയിലാണെങ്കിൽ രണ്ടുമാകാം, ചിലയിടങ്ങളിൽ അങ്ങനെ അല്ല താനും. അപ്പോൾ ഇത് അതാതിടങ്ങളിലെ ആചാരം എന്ന നിലയ്ക്ക് മാത്രമുള്ളതാണോ, അതോ ഇതിനൊരു നിർബന്ധ ബുദ്ധി എന്ന രീതിക്ക് മാറുമോ നമ്മുടെ നാട്ടിൽ? മാധു, ആദ്യം തന്നെ സണ്ണി എം കബിക്കാട് സാറ് ഞങ്ങൾ വിശ്വാസികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, അങ്ങനെയൊക്കെ അനുവദിച്ചു തരുന്നതും അങ്ങനെയൊക്കെ പറയുന്നതും സ്വാഗതം ചെയ്യും. വിശ്വാസികൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ധൈര്യം ഉൾക്കൊള്ളും. രണ്ട്, സച്ചിദാനന്ദ സ്വാമികൾ ഏറ്റവും ആദരണീയനാണ്. അദ്ദേഹത്തിന്റെ പാദം തൊട്ടേ ഏതൊരു ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരും പ്രണമിക്കാറുള്ളൂ. അദ്ദേഹം ഒരു നിലപാട് പറഞ്ഞാൽ അതിന്റെ നിലപാടിനോടൊപ്പം ചേർത്ത് പറയാൻ പോലും ഞങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസിക്ക് യോഗ്യതയില്ല. കാര്യം ശ്രീനാരായണ ഗുരുദേവന്റെ ലെഗസിയിൽ വരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ മാധുവിന് ഇത് കാണാമായിരിക്കും. ഇത് പരിശുദ്ധ ഹജ്ജിന്, ഏറ്റവും പരമപവിത്രമായ ഹജ്ജിന് നമ്മുടെ മുസ്ലിം സഹോദരന്മാരുടെ ഡ്രസ് കോഡാണ്. ഇവരുടെ ഡ്രസ് കോഡ് പ്രകാരം ഒരു മേൽമുണ്ട് ധരിക്കാം, ഒരു താഴ്മുണ്ട് ധരിക്കാം, ബാക്കി വസ്ത്രങ്ങളൊന്നും പാടില്ല. റൈറ്റ് ഷോൾഡർ വെളി കാണിക്കണം. പരിശുദ്ധ കാബയെ വലയം വെക്കുമ്പോൾ, 7 തവണ തവഫായി വലയം വെക്കുമ്പോൾ ഇതാണ് അവരുടെ രീതി. ഈ രീതി നിങ്ങൾ പരിഷ്കരിക്കണമെന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓരോ വിശ്വാസിക്കും അതിൻ്റെതായ ആചാരക്രമങ്ങളും പദ്ധതികളും ഉണ്ട്. ശ്രീനാരായണ ഗുരുദേവനെ ഷർട്ട് ഇട്ടാണോ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇപ്പം ഞാൻ ഇടുന്ന പോലെ കോട്ടോ മറ്റോ ഇട്ടാണോ? മഹാത്മാഗാന്ധി അങ്ങനെ ഇട്ടാണോ? ആ കാലത്ത് കോട്ടോ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി അത് അഴിച്ചതാണ്. അപ്പോൾ സാമൂഹിക സാംസ്കാരിക പരിസരങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കുണ്ട്. തീർച്ചയായും സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പം ഏറ്റവും ആദരവോടുകൂടി നമുക്ക് കേൾക്കണം, അത്തരം കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തോടൊപ്പം ശിവഗിരിയിൽ അദ്ദേഹത്തോടൊപ്പവും ആദരണീയനായ സാദിഖ് അലി തങ്ങൾക്കൊപ്പവും ക്ലിമിസ് തിരുമേനിക്കൊപ്പവും ഒക്കെ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൽ ശ്രീ സതീശൻ പറഞ്ഞ പോലെ, ശ്രീ ഗണേഷ് ജി പറഞ്ഞ പോലെ, ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ശ്രീ NSSലെ സുമാരൻ നായർ സാർ പറഞ്ഞതുപോലെ ഓരോ അമ്പലത്തിനും ഓരോ രീതിയാണ്. അമ്പലങ്ങൾ യുണീക്കാണ്, അവിടുത്തെ ദേവതാസങ്കല്പങ്ങൾ യുണീക്കാണ്, അവിടുത്തെ തന്ത്രിമാർ, അവിടുത്തെ ആചാര്യന്മാർ, വിശ്വാസികൾ ഇവരെല്ലാം ചേർന്നുകൂടി തീരുമാനിക്കണം. ഏതെങ്കിലും ഒരു കാര്യം ഇരുട്ടി വിളിക്കുമ്പോൾ നമുക്കങ്ങ് മാറ്റിക്കളയാം എന്ന് കരുതുന്നത് പലപ്പോഴും അബദ്ധജടിലമാണ്. ഒരു കാര്യം കൂടെ, ഈ ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമല്ല. ശബരിമല യുവതി പ്രവേശനം പോലെ ഒരു അടിസ്ഥാനപരമോ മൗലികമായ പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ശബരിമല ഷർട്ടിട്ട് കയറാം, പക്ഷേ ഗുരുവായൂർ ഷർട്ടിട്ട് കയറാൻ പറ്റില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഓരോ അമ്പലത്തിനും ഓരോ രീതികളാണ്. സണ്ണി സാറ് പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം, 2018 അദ്ദേഹവും ഞാനും ഒക്കെ ജീവിച്ചിരുന്നതല്ലേ. 4-1 സുപ്രീം കോടതി വിധിന്യായം വന്നിട്ടും ഞങ്ങൾ വിശ്വാസികൾ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അതിനെ അതിജീവിച്ചവരാണ്. എതിർത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രതിഷ്ഠാ സങ്കല്പങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്തവരാണ്.
അതുകൊണ്ട് നല്ല വ്യത്യാസങ്ങളാണ് വരുന്നത്. മാറ്റത്തിന് വേണ്ടി മാറ്റമല്ല, നല്ല മാറ്റങ്ങളോ പരിഷ്കരണങ്ങളോ വരണം. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്നത്, ചട്ടമ്പിസ്വാമി കൊണ്ടുവന്നത്, മഹാത്മാ അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും തൈക്കാട് അയ്യാഗുരുവും മഹാത്മാ അയ്യങ്കാളിയും അടക്കം ഒരുപാട് പേര് കൊണ്ടുവന്നത്. പക്ഷേ മാറ്റത്തിന് വേണ്ടി ഉപരിപ്ലവമായി സ്വയം പുരോഗമനവാദി പട്ടം അണിയാൻ വേണ്ടി ഉള്ളൊരു മാറ്റം കൊണ്ടുവരരുത്. അല്ല, അങ്ങനെയാണോ ഇപ്പൊ സച്ചിദാനന്ദ സ്വാമികൾ അങ്ങനെ സ്വയം അണിയുന്നത് കൊണ്ടാണോ അങ്ങനെ പറയുപോലും ചെയ്യരുത്. അത് ഞാൻ സഖാവ് ശ്രീ പിണറായി വിജയന്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അതെങ്ങനെയാണ് ഒരേ വേദിയിലല്ലേ രണ്ടുപേരും പറയുന്നത്? ഇപ്പോ സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പോൾ നിങ്ങൾ വലിയ വില കൊടുക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ട്. അതിനെ ഒരു ആത്മീയ ആചാര്യൻ തന്നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ ആർജവത്തോടെ അതിനെ പിന്തുണച്ച് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലല്ല, സച്ചിദാനന്ദ സ്വാമി പറയുമ്പോൾ വില കൊടുക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹം ആചാര്യനും ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുചരന്മാരുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ചു മറുപടി ഇല്ലാതെ നമ്മൾ കേൾക്കാൻ 100% ബാധ്യസ്ഥരാണ്. മറുപടി പറയുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ ലാഭം ഉണ്ടാവുകയും നിങ്ങൾ പറഞ്ഞ് എതിർക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുചരന്മാരുമാകുന്നത് ഒരു അല്ലല്ല, അവിടെയാണ് രാഷ്ട്രീയ നേതൃത്വം തനിക്കാക്കി വടക്കാക്കാനും കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനും ഹിന്ദു സമൂഹത്തെ സ്പ്ലിറ്റ് ചെയ്യാനും ശ്രമിക്കുന്നത് ശരിയല്ല. അവിടെ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ശ്രീ രാഹുൽ ഈശ്വർ. ഇപ്പോ സച്ചിദാനന്ദ സ്വാമികളാണ് പറയുന്നത് മറ്റു മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളായിരുന്നുവെങ്കിൽ ഇതിന്റെ തലം തന്നെ മാറിപ്പോയേനെ. അപ്പോൾ NSSൽ നിന്ന് ചോദിക്കുന്നത് ഈ ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രമേ ഇത് പാടുള്ളൂ എന്നുള്ളതാണ്. പുറത്തുനിന്ന് വന്നൊരു അഭിപ്രായം പോലും അല്ല എന്നിരിക്കെ അങ്ങനെ ഒരു പരാമർശത്തിന്റെ കാര്യം എന്താണ്? സുകുമാരൻ നായർ സാറ്, സച്ചിദാനന്ദ സ്വാമികൾ, NSSും SNDPയും അല്ലെങ്കിൽ ശിവഗിരിയും ഹിന്ദു സമൂഹത്തിന്റെ രണ്ട് കണ്ണുകളാണ്, രണ്ട് കൈകളാണ്. അപ്പൊ അവർക്കിടയിൽ ഒരു ഹെൽത്തി സംവാദം ഉണ്ടാകുന്നത്, ആരോഗ്യപരമായ ഒരു സംവാദം ഉണ്ടാകുന്നത് എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യപരമായ സംവാദങ്ങൾ എന്നും ഉള്ളത് നല്ലതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഏറ്റവും നല്ല നിലപാടുകളാണ് എന്നെ എടുത്തിരിക്കുന്നത്. ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്ന നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ അതിനിടയ്ക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വിഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗുരു സനാതനധർമ്മവാദി അല്ലെന്ന് പറയുന്ന, ഗുരുവാണ് സനാതനധർമ്മം, ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ല, ഗുരുവാണ് സനാതനധർമ്മം. ഗുരു എന്ന് പറയുന്ന നമ്മുടെ നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ഹിന്ദു ആചാരനെ ഹിന്ദു അല്ലെന്ന് പറയുന്ന ആൾക്കാർ, സനാതനധർമ്മം ഇല്ലാതാകണമെന്ന് പറയുന്ന ആൾക്കാർ തനിക്കാക്കി വെടക്കാക്കാനും കലക്കിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുമ്പോഴാണ് ഹിന്ദു സമൂഹത്തിന്റെ സെന്റിമെന്റ്സ് ഹേർട്ടാവുന്നത്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞോട് പൂർണ്ണ യോജിപ്പാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ ഇതിന്റെ ഇടയിൽ കയറുന്നതിന്റെ ഉദ്ദേശം ഹിന്ദുക്കളെ വിഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഹിന്ദു സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ തന്നെ അടുത്ത ദിവസം ശ്രീ പിണറായി വിജയൻ അവരുടെ പ്രസ്താവന തള്ളിക്കളഞ്ഞു. ആഴമേറിയ പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഗുരു സനാതനധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണെന്നും പറഞ്ഞു. അപ്പം ഗുരു സനാതനധർമ്മ വിശ്വാസിയാണ്, ഗുരു സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനാണ്. ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് പല ആചാരങ്ങൾ ഇത് നോക്കൂ, ഈ ഗുരു സനാതനവാദിയാണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഈ പറയുന്ന കാഴ്ചപ്പാടുകളിൽ ഊന്നി നിൽക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹം ഈ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പോലും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അതൊരു വിഭാഗത്തിന്റെ ശിവനാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്തത് മുൻപുള്ള വിശ്വാസങ്ങളെ ആചാരങ്ങളെയും അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ല, അതിനെതിരെ കലഹിച്ചുകൊണ്ടാണ് എന്നൊരു സത്യം അടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഗുരു 44 ഹിന്ദു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രം, കണ്ണാടി പ്രതിഷ്ഠ, ഗണപതി പ്രതിഷ്ഠ. ഹിന്ദു ക്ഷേത്രമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരു വലിയ വിഭാഗത്തോട് കലഹിച്ചുകൊണ്ടാണ്. അത് ഈഴവ ശിവനാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അത് ഈഴവ ശിവനാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് രാഹുലേ? ഗുരു ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമികൾ ഇവിടെ വന്ന് സവർണ സമൂഹത്തോട് പറഞ്ഞത് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ രൂക്ഷമായ ഭാഷയിൽ നമ്മളെ വിമർശിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഗുരു ഈ പറയുന്ന ഹൈന്ദവ ആചാര്യനാണ്, സനാതനവാദിയാണ്, സനാതന ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് സനാതന ധർമ്മം എന്നുള്ളതും അദ്ദേഹമാണ് അതിന്റെ സംസ്ഥാപകൻ എന്നുമൊക്കെ പറയുമ്പോൾ അദ്ദേഹം നേരിടേണ്ടി വന്നത് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് പക്ഷേ നമ്മുടെ ചരിത്രം ചെയ്ത തെറ്റുകൾ എന്ന നിലയ്ക്ക് കണ്ണടച്ചു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ CPM ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആ വേദിയിൽ തന്നെ പറഞ്ഞ ഒന്നാണ്. അത് മേൽവസ്ത്രധാരണം പോലെയുള്ള കാര്യങ്ങളിൽ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് VD സതീശൻ അടക്കം പറഞ്ഞിട്ടുള്ളത് അതാത് വിഭാഗങ്ങൾ ചർച്ച ചെയ്തെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. LDFിൽ തന്നെ KB ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആചാരം അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ്. എന്താണ് BJPയുടെ നിലപാട്?
അല്ല, ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇത് മുന്നും ബി ജെ പി പറഞ്ഞിരുന്നു. ഇത് രാഷ്ട്രീയക്കാർക്ക് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളില്ല അതിനകത്ത് രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ കുപ്പായം ഊരണോ കുപ്പായത്തിൻ്റെ കുടുക്കിടണോ എന്നുള്ളതല്ലല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം കൊണ്ടിടക്കും. ഒന്നാമത്തെ വിഗ്രഹാരാധന വിശ്വസിക്കാത്ത വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് പോയിട്ട് ആ വിളക്ക് കൊളുത്തുന്നതാണോ നിങ്ങളുടെ ആശാനിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ശബരിമലയിൽ പോകുമ്പോൾ തീർത്ഥം മേടിച്ച് നിലത്തേക്ക് ഒഴിക്കുന്ന ഒരു വിശ്വാസമുള്ള ഒരു സംവിധാനം, അവർ ഒരു കാരണവശാലും ഈ വിശ്വാസികളുടെയും വിശ്വാസവും വിഗ്രഹാരാധനയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അതിൽ ആത്മസംതൃപ്തി നേടുകയും ചെയ്യുന്ന വിഭാഗത്തിന്റെ ല്ല നമ്മൾ ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കേൾക്കുന്നവർ വിചാരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് കേട്ടിട്ടില്ലാത്തവർ ആശാനിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തൊരു അവമതിപ്പാണെന്നൊക്കെ ചിന്തിച്ചു പോയില്ലേ? ശരി മാധു, എന്നാൽ കണ്ണനിരിക്കുന്നത് എന്ന് ആ വിളക്കിരിക്കുന്നിടത്താണോ കണ്ണനിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് ഞാൻ തിരുത്തി പറയാം. ഞാൻ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ ഭാഷാ ശൈലിക്കാരനാണ്. ആ ഭാഷ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിൽ ഒരു പാറ്റേണിൽ സംസാരിച്ച് പോകുന്നതാണ്. അത് മാധു അങ്ങ് ക്ഷമിച്ചേക്ക്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരാൾ, അതുപോലെ തീർത്ഥം ശബരിമലയിൽ കിട്ടിയ സമയത്ത് നിലത്ത് ഒഴിച്ചു കളഞ്ഞ രാധാകൃഷ്ണനെ പോലെയുള്ള വ്യക്തി ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന സംവിധാനം. നമുക്കെല്ലാവർക്കൊന്നും എന്താണ് ഈ രാഷ്ട്രീയ ഈ വിശ്വാസികളുടെ വിഗ്രഹാരാധനയിൽ എന്ത് ഏർപ്പാടുള്ളത് ഇവർക്ക്? അപ്പോൾ ഇതൊരു കലക്കുവളത്തിൽ മീൻ പിടിക്കാനാണ്. ഇവർ ഏതെങ്കിലും മറ്റ് മതസ്ഥരുടെ വിശ്വാസത്തെയോ വിശ്വാസ സംവിധാനത്തെയോ എതിർക്കാൻ ചൊല്ലോ? ഞാൻ ചോദിച്ചോട്ടെ, ഇവരെ ഇന്ന് ഈ നിമിഷം വരെ 99% ഒരു പള്ളികളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലാത്തൊരു സമുദായത്തിനകത്ത് പോയി സ്ത്രീകൾക്ക് അവകാശം വേണമെന്ന് വാദിക്കാനുള്ള ചങ്കൂറ്റുണ്ടോ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്? ഞാൻ ചോദിക്കട്ടെ, പണ്ട് മുത്തലാഖിനെതിരെ ഒരു സമരം നടത്തിയിട്ടുണ്ടല്ലോ. മുത്തലാഖിനെതിരെ EMS എഴുതിയ സമയത്ത് അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് എനിക്കും അതിനൊക്കെ ഓർമ്മയുണ്ട്. എന്താ 4 കെട്ടും 8 കെട്ടും വേണ്ടി വന്നാൽ EMSന്റെ ഓളയും കെട്ടുമെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച കേരളമുണ്ട് ഇവിടെ. ആ സമയത്ത് ഇവർ മുത്തലാഖിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു. ഇപ്പോൾ ഇവരുടെ നയം എന്താണ്? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടേണ്ട വിഷയമല്ല. ഇപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുരിദാർ മാറ്റി ചുരിദാർ ഇട്ടിട്ടും കയറാം എന്ന് തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് കടലാസിൽ എഴുതി കുറിപ്പ് കൊടുത്തിട്ടല്ല. ഇവിടെ പ്രൈം ടൈമിൽ ചർച്ച ചെയ്തിട്ടുള്ള അഭിപ്രായം മുൻപ് ഞാൻ ചോദിച്ചു, ഞാൻ ശ്രീ രാഹുൽ ഈശ്വരനോട് ചോദിച്ചു. ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമികളാണ് ഈ കാര്യം ആദ്യമായി പറയുന്നത്. സച്ചിദാനന്ദ സ്വാമികൾ പറയുമ്പോൾ അത് ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യവും ഒരു അഭിപ്രായവുമാണ്. അവിടെ എന്തിനാണ് പെട്ടെന്ന് മറ്റു മതസ്ഥരുടെ കാര്യം പറയുന്നത്? കാരണം അവരാരും ഉന്നയിച്ച ഒന്നല്ല. കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെയോ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെയോ ആത്മീയ ആചാര്യന്മാരുടെയോ പുരോഹിതരുടെയോ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഭിപ്രായമല്ല ഇത് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതാണെന്നേ. അപ്പോൾ എന്തിനാണ് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ ഇത് വെച്ച് പുലർത്തുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ ശൈലികളിലും ഇടപെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്നലെയും തുടങ്ങിയതല്ല മാധു. ഇത് സ്വാമി പറഞ്ഞു, സ്വാമിക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, അധികാരവും ഉണ്ട്. അദ്ദേഹത്തിന് അത് പറയാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തെ ഏറ്റുപിടിക്കുന്നതും ആ അഭിപ്രായത്തിൽ ഇവർ ഉണ്ടാക്കുന്ന ശൈലിയും എന്തിനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്തിനാണ്? 1.25 വർഷം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കലക്കുവളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടിയാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസവും മാറ്റണോ പരിഷ്കരിക്കണോ എന്ന് തീരുമാനിക്കാൻ അതിലൊരു കൃത്യമായ ശൈലിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവായൂർ ചുരിദാർ ഇടാൻ തീരുമാനിച്ചത് ഒരു പ്രൈം ടൈമും ചർച്ച ചെയ്തിട്ടല്ല, ഒരു മുഖ്യമന്ത്രിയും കടലാസ് എഴുതി ഒപ്പിട്ടിട്ടല്ല. അത് തീരുമാനിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചു. ബോർഡ് തീരുമാനിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് തന്ത്രിയും മേൽശാന്തിമാരായിട്ട് ചർച്ച ചെയ്തു, ഓദിക്കന്മാരായിട്ട് ചർച്ച ചെയ്തു. അവരൊരു സഭ ഉണ്ടാക്കി. ആ സഭ തീരുമാനിച്ചു. അതനുസരിച്ച് അഷ്ടമംഗല പ്രശ്നം അവർ പരിഹരിച്ചു. അവർ ഹിതവും അഹിതവും ചോദിക്കാൻ തീരുമാനിച്ചു. അവർ സിസ്റ്റം ഉണ്ട് അതിനകത്ത് വിശ്വാസികളുടെ ഭാഗത്ത്. ആ വിശ്വാസം അംഗീകരിച്ച് വിഗ്രഹാരാധന അംഗീകരിച്ച് അതിനോട് വിശ്വാസം പുലർത്തിപ്പോകുന്ന ഒരു വിഭാഗത്തിൻ്റെ രീതി മാറ്റാനും മറയ്ക്കാനും ഒക്കെ അതനുസരിച്ചുള്ളൊരു ശൈലിയുണ്ട്. ആ ശൈലി പ്രകാരം തീരുമാനം മാറ്റി ഒരു പ്രയാസം ഇവിടെ ഉണ്ടായില്ലല്ലോ. അങ്ങനെ എത്ര കാര്യങ്ങൾ ബ്രാഹ്മണരല്ലാത്ത ആളുകൾ പൂജ ചെയ്യണം തീരുമാനിച്ചു. ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ മാധവജിയുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ? കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ലേ ആ കാര്യം നടപ്പിലാക്കിയത്? അതും ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആചാര പരിഷ്കാരങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതൊന്നും ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളോ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലല്ല. ഇപ്പം എൻ്റെ ചൂരക്കാട്ടുകാർ അയ്യപ്പൻകാവ് മുഴുവൻ വിഭാഗങ്ങളും ഈ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ മുഴുവൻ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ആത്മീയ ആചാര്യൻ പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം പിന്തുണയ്ക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ എതിർപ്പ് ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതിനോട് കൂടി അല്ലേ? അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്? പക്ഷെ അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കില്ല, മുഖ്യമന്ത്രി മാത്രം എതിർക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാളാണോ?
രണ്ട് കാര്യങ്ങളും ഉള്ളത്. അദ്ദേഹം ഒരു സന്യാസി വര്യൻ ആ വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം ചർച്ചയ്ക്കാവാം, അഭിപ്രായം വിശ്വാസികളുടെ മേലെ ചർച്ചയ്ക്ക് ഉണ്ടാവും. ആ വിശ്വാസി സമൂഹത്തിന് എങ്ങനെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ആ ശൈലിയിൽ മാറ്റം വരുത്തുന്ന ഒരു വിരോധവുമില്ല. അത് ആ മേഖല തീരുമാനിച്ചോട്ടെ. പരിഷ്കൃതമായ സമൂഹത്തിൽ പരിഷ്കൃതമായ മാറ്റങ്ങൾ ആചാര ശൈലികളിൽ വരണമെങ്കിൽ അത് ആ മേഖലയിൽ ആരൊക്കെയാണ് നിശ്ചയിച്ച് തീരുമാനിക്കേണ്ടെങ്കിൽ നിശ്ചയിച്ച് തീരുമാനിക്കേണ്ട ഒരു വിരോധമില്ല. അതിൽ സന്യാസി വര്യന്മാർ ഉൾപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അവിടെ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ കടിക്കുന്നതിലാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിരോധമുള്ളത്. രാഷ്ട്രീയ നേതൃത്വം കടിക്കേണ്ട ഒരു വിഷയമല്ല ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വിശ്വാസങ്ങളിൽ ഒരു വിശ്വാസവുമല്ലാത്ത, വിശ്വാസമേ ഇല്ലാത്ത ഒരു സമൂഹം കടിക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായം. ഇതാണ് ബിജെപിയുടെ അഭിപ്രായം. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ ശ്യാമല, അങ്ങേക്ക് കേൾക്കാമോ? ശ്യാം, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശരി. നമ്മൾ നവോത്ഥാനത്തിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ. പക്ഷേ വർത്തമാന സാഹചര്യം മറ്റൊന്നാണ്. സമൂഹം മുന്നോട്ടാണ് പോകേണ്ടത് എന്ന കാഴ്ചപ്പാടിൽ പലയിടങ്ങളിൽ ഉയർന്നു വന്ന പല ചിന്തകളെ കുറച്ചുകൂടി സമചിത്തതയോടെ കണ്ട ഒരു സമൂഹമോ കാഴ്ചപ്പാടോ നമുക്ക് ഇന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. ഞാനതിൽ ആശങ്കാകുലയുമാണ്. അങ്ങ് എന്താണ് വിചാരിക്കുന്നത്? ഈ വിഷയത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു മനസാന്നിധ്യം മലയാളിക്കുണ്ടോ ഇന്ന്? ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യങ്ങൾ ഒരു പൊതുമൂല്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കേവലം ഷർട്ടിൻ്റെ മാത്രം ഒരു പ്രശ്നമായി ചുരുക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ ഈ സനാതന ധർമ്മത്തിൻ്റെ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ഷർട്ടും എല്ലാം അതിൻ്റെ ആ ചർച്ചയുടെ തുടർച്ചയിലാണ് ഇതെല്ലാം വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സനാതന ധർമ്മത്തിൻ്റെ ചർച്ച വരുമ്പോൾ നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ എവിടെയാണ് സാഹോദര്യം എന്ന് പറയുന്ന ഒരു സംഗതി? ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ എവിടെയാണ് സമത്വം ഉള്ളത് എന്നുള്ളൊരു കാര്യവും നമ്മൾ എങ്ങും ചർച്ച ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ഒരു അപകടകരമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂല്യവ്യവസ്ഥയ്ക്കെതിരായിട്ട് സനാതന ധർമ്മ മൂല്യങ്ങളെ ഒരു പൊതുമൂല്യമാക്കി പൊതുവ്യവസ്ഥയാക്കി മാറ്റാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ പോയിന്റ് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആചാരങ്ങൾ പരിഷ്കരിച്ചല്ലേ നവോത്ഥാന കേരളം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത്. ഏത് ആചാരങ്ങൾ പരിഷ്കരിക്കാതാണ് നമ്മളിവിടെ വരെ എത്തിയത്? സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് 1888 ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത് അതുവരെ നിലനിന്ന ആചാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടല്ലേ. കാരണം അതുവരെ ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠ ചെയ്യാവുന്ന ഒരാചാരം ഉണ്ടായിടത്ത് നിന്നുമാണ് ആ ആചാരത്തെ ലംഘിച്ചുകൊണ്ട് നാരായണ ഗുരുസ്വാമികൾ ഒരു മഹാപ്രതിഷ്ഠ നടത്തിയത്. അതുവരെ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലായിരുന്നല്ലോ. മഹാത്മാ അയ്യങ്കാളി അതുവരെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു ആചാരം നിലനിന്നിരുന്നു. ആ ആചാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടല്ലേ മഹാത്മാ അയ്യങ്കാളി റോഡിലൂടെ നടന്നത്. പാർവതി നെന്മേനി മംഗലവും മറ്റും ഘോഷയെ ബഹിഷ്കരിച്ചുകൊണ്ടല്ലേ ബ്രാഹ്മണാചാരത്തിൻ്റെ ഘോഷ സമ്പ്രദായത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നതല്ലേ. സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്നു. അതുവരെ എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറയാം? കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ഒരുമിച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇവിടെ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇതൊക്കെ തന്നെ തന്ത്രിമാരാണ് തീരുമാനിക്കേണ്ടത്, പുറത്തു നിന്നാരും തീരുമാനിക്കാൻ പാടില്ല എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനപരമായിട്ടുണ്ടല്ലോ കേരളീയ പൊതുമനസാക്ഷിയുടെ മുകളിൽ ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. എല്ലാം തന്ത്രി തീരുമാനിക്കണം എന്ന് പറയുന്നത്. എനിക്ക് 2-3 പോയിന്റുകൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. തന്ത്രിയാണോ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത്? നോക്കൂ, കേരളത്തിലെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രി ദേവൻ്റെ പിതാവാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്ത്രി തീരുമാനിക്കുന്നതാണ് പരമമായ വേദാന്ത വാക്യം എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നോക്കൂ, കേരളത്തിൽ രചിക്കപ്പെട്ട പ്രയോഗമഞ്ജരി, ശേഷസമുച്ചയം, തന്ത്രസമുച്ചയം, കുഴിക്കാട്ടുപച്ച, ഏതാണ്ട് 200-ലധികം തന്ത്രഗ്രന്ഥങ്ങൾ കേരളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തന്ത്രഗ്രന്ഥങ്ങളിലൊന്നും തന്നെ പ്രതിഷ്ഠ നടത്തുന്ന ആചാര്യനായ തന്ത്രി ദേവൻ്റെ പിതാവാണെന്ന് ഒരു തന്ത്രഗ്രന്ഥത്തിലും പറയുന്നില്ല. 2, തന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? തന്ത്രിയെ നിയമിക്കുന്നത് ക്ഷേത്രാധികാരികളാണ്. ആ ക്ഷേത്രാധികാരികൾക്ക് ക്ഷേത്ര കമ്മിറ്റിക്ക് തന്ത്രിയെ മാറ്റാൻ അധികാരമുണ്ട്. അത് സംഭവിച്ചിട്ടുമുണ്ട്.
അതിനൊരു ഉദാഹരണമുണ്ട്. മതിലകം രേഖയിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരികൾ അന്നത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിയായ തരണനെല്ലൂരിനെ മാറ്റിയത് സംബന്ധിച്ച പരാമർശം തരണനെല്ലൂർ രേഖയിൽ നമുക്ക് കാണാൻ പറ്റും. തന്ത്രിയെ മാറ്റിയതാണിത് കാണാൻ. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കർണാടകത്തിലെ നൊളമ്പാവാടിയിലുള്ള കോലാരമ്മ ഭഗവതി ക്ഷേത്രം. ഈ കോലാരമ്മ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയെ നിയമിക്കുന്നതും തന്ത്രിയെ നിയമിക്കുന്നതും ഒക്കെ തന്നെ അവിടുത്തെ രാജാവാണ് എന്ന് രാജേന്ദ്ര ചോളൻ്റെ 10ാം ഭരണവർഷത്തിലുള്ള കോലാരമ്മ ശിലാശാസനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുറത്തുള്ള ആരും തീരുമാനിക്കാൻ പാടില്ല, തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് വരുന്നത്. അപ്പോൾ എന്താ സച്ചിദാനന്ദ സ്വാമിക്ക് ഇത് സംബന്ധിച്ച് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ലേ? അപ്പോൾ ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി പറയുന്ന ഒരു അഭിപ്രായത്തെ എന്തുകൊണ്ടാണ് മാനിക്കാത്തതിന് കാരണം? ആ മാനിക്കാത്തതിൻ്റെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. തന്ത്രി തീരുമാനിക്കുക എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ബ്രാഹ്മണർ കുറേ പേര് കൂടി ചേർന്ന് തീരുമാനിക്കും, അതങ്ങ് അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നയം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മലയാളിയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ്, തന്ത്രിമാർ മാത്രം തീരുമാനിച്ചല്ല കേരളം ഉണ്ടായത്. തന്ത്രിമാർ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം ഉണ്ടാകുമായിരുന്നില്ല. നോക്കൂ, ക്ഷേത്രപ്രവേശന വിളംബരം നടന്നപ്പോൾ ഇരിങ്ങാലക്കുടയിൽ യോഗം ചേർന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിനെതിരായി യുദ്ധകാഹളം മുഴക്കിയവരാണ് ഈ നമ്പൂതിരി ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ. അത് സംബന്ധിച്ച രേഖ നമുക്ക് ഇരിങ്ങാലക്കുടയിൽ കാണാം. തന്നെയല്ല, തവനൂർ ഭട്ടതിരിപ്പാട് ക്ഷേത്രപ്രവേശന വിളംബര വിമർശനം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. തവനാർ നമ്പൂതിരിപ്പാട് അതിനകത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഘോരം എതിർക്കുക ചെയ്യുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ, അദ്ദേഹം ക്ഷേത്രപ്രവേശന കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ കമ്മിറ്റിയിൽ അംഗമായിരുന്ന പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ ഈഴവർക്കും ദളിതർക്കും ഒന്നും തന്നെ ക്ഷേത്രപ്രവേശനത്തിന് അർഹതയില്ലെന്ന് ഭഗവത്ഗീതയും മനുസ്മൃതിയും ശാങ്കരസ്മൃതിയും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകുമെന്ന് 1932 ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി ചേർത്തത് സാക്ഷാൽ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയാണ്. അപ്പം ഇവരാരും, ഈ പറയുന്ന തന്ത്രിമാരാരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടായതല്ല കേരളം എന്ന് പറയുന്നത്. തന്നെയല്ല, സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നില്ലല്ലോ ഈ ഇന്നത്തെ നിലയ്ക്ക് നോക്കിയാൽ. അപ്പോൾ വിശ്വാസികളല്ലാത്തവരൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട, ഞങ്ങൾ കുറച്ച് വിശ്വാസികൾ മാത്രം കൂടി ചേർന്നിരുന്ന് കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പോയിന്റ്, ആരാണ് വിശ്വാസികൾ? ഇവർ നിരന്തരം പറയുന്നൊരു കാര്യമാണല്ലോ ആചാര്യസഭയിൽ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന്. 10ാം നൂറ്റാണ്ടിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ശൈവ സിദ്ധാന്ത ഗ്രന്ഥം, ശൈവാഗമ ഗ്രന്ഥമായ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ത്രിലോചന ശിവാചാര്യരുടെ ശൈവാഗമ ഗ്രന്ഥത്തിൽ ആചാര്യസഭ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ത്രിലോചന ശിവാചാര്യൻ്റെ പ്രായശ്ചിത്ത സമുച്ചയത്തിൽ പറയുന്നത് ആചാര്യസഭ ബ്രാഹ്മണർ മാത്രമുള്ള ഒന്നായിരിക്കണം, അതിൽ ശൂദ്രയോ മറ്റയിത്തജാതിക്കാരെയോ അംഗമാക്കാൻ പാടില്ല എന്ന ആചാര്യസഭയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. തന്നെയല്ല, നോക്കൂ, നമ്മൾ ആചാരങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വീണ്ടും എത്തുക, ആചാരങ്ങൾ പരിഷ്കരിച്ചല്ലേ നമ്മളവിടെ എത്തിയത്. കരിയും കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? നാരായണ ഗുരുവല്ലേ പറഞ്ഞത് കരിയും കരിമരുന്നും വേണ്ട എന്ന്. അതുവരെ നിലനിന്ന സന്യാസ പാരമ്പര്യത്തിൻ്റെ യാഥാസ്ഥിതികമായ ആചാരങ്ങൾക്ക് മാറ്റം വരുത്തിയതാരാ? നാരായണ ഗുരുവല്ലേ. സാക്ഷാൽ ആനന്ദതീർത്ഥ സ്വാമികൾക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തുകൊണ്ട് സന്യാസം കൊടുത്ത ആളല്ലേ നാരായണ ഗുരു. മിസ്റ്റർ കർക്കിന് ടൈയും കോട്ടും കൊടുത്തുകൊണ്ടല്ലേ നാരായണ ഗുരു സ്വാമികൾ സന്യാസം നിർവഹിച്ചത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ നിലനിന്ന സന്യാസ പാരമ്പര്യ വ്യവഹാരങ്ങളെ അദ്ദേഹം വെല്ലുവിളിച്ചു. ഇങ്ങനെ നോക്കിയാൽ നാരായണ ഏറ്റവും വലിയ ആചാര ലംഘകനാണ്. സനാതനം അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ അദ്ദേഹത്തിന് സന്യാസം കൊടുത്തിരുന്നോ, സന്യാസി ആവാനുള്ള അവകാശം കൊടുത്തിരുന്നോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ സണ്ണിയം കബിക്കാട്, ഇതിപ്പോൾ ഒരു സമൂഹത്തിൽ, അത് ഹിന്ദു സമൂഹത്തിലോ മുസ്ലിം സമൂഹത്തിലോ ക്രിസ്ത്യൻ സമൂഹത്തിലോ എവിടെ നിന്നെങ്കിലും ആകട്ടെ, അവിടെ ഉണ്ടാകേണ്ട മാറ്റം എന്ന് പറയുന്നത് അതിനുള്ളിൽ നിന്ന്, അതിൻ്റെ പുരോഹിതരിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നു തന്നെ ഉണ്ടായ, അങ്ങനെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, അവിടെ നിന്നു തന്നെ ഉണ്ടായ ഒരഭിപ്രായം സ്വാഭാവികമായും സമൂഹത്തിൽ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറയും. അതിലൊന്ന് ഒരുപക്ഷെ ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് മുഖ്യമന്ത്രി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നല്ല അതുണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് ശ്രീ TS ശ്യാംകുമാർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം അതിൽ അഭിപ്രായം പറയുമ്പോൾ ഒറ്റയടിക്കതിനെ എതിർക്കാൻ കഴിയില്ല, പക്ഷെ ഉൾക്കൊള്ളാനും കഴിയില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതൊരു ഇരട്ടത്താപ്പ് വളരെ പ്രകടമാവുന്ന കാര്യമല്ലേ? എന്നോടാണോ ചോദ്യം? അത് കേട്ടില്ല. ശ്രീ
സണ്ണിയം കപ്പിക്കാട് അങ്ങോട്ടാണ്. അത് ഒരു പരിഷ്കരണത്തെക്കുറിച്ച് സ്വാമി ഒരു അഭിപ്രായം, സച്ചിദാനന്ദ സ്വാമി ഒരു അഭിപ്രായം പറയുന്നു. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഉണ്ടാവും. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നമുക്കുണ്ടാവുക എന്നത് ഒരു സാധാരണ കാര്യം മാത്രമാണ്, അസാധാരണമായ ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ വലിയ വിവാദമാകുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന വ്യാജേനയാണ്. നമ്മൾ ഇത് എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ശബരിമല വിധി വരുന്നതിന് തലേ ദിവസം വരെ സ്ത്രീകൾ കയറണമെന്ന് പ്രചരിപ്പിച്ച RSSകാരും BJPക്കാരും ശബരിമല വിധി വന്നപ്പോൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തവരാ. അതൊക്കെ അങ്ങനെയാണ്, കാലോചിതമായി അവർ ഇടപെട്ടുകൊണ്ടിരിക്കും. അത്രമാത്രം അതിനെ കണ്ടാൽ മതി. ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ വെറുതെ വികാരപ്രകടനമൊന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മൾ വിവേകമുള്ളൊരു സമൂഹമാണെന്ന് തെളിയിക്കേണ്ട ഒരു ഘട്ടമാണിത്. അതായത് ഇങ്ങനൊരു കാര്യം നമ്മുടെ മുന്നിൽ വന്നാൽ വിവേകമുള്ളൊരു സമൂഹം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, അംബേദ്കർ പറഞ്ഞു, ഗാന്ധി പറഞ്ഞു, വിവേകാനന്ദൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഇതിൻ്റെ ആളാണ്, ഇവരുടെ ധർമ്മത്തിൻ്റെ ആളാണെന്നൊക്കെ പറയുന്നതിലല്ല കാര്യം. ഒരു കാര്യം, ഒരു ചെറിയൊരു സമയത്ത് മഹാത്മാഗാന്ധി 1936 ഹരിജനിൽ എഴുതിയൊരു ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഈ വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ച്. അതൊന്ന് വായിക്കാൻ അനുവദിക്കണം. 4 വാചകങ്ങളേ ഉള്ളൂ. ഖുറാൻ നിരാകരിക്കുന്ന മുസ്ലിം ആയിരിക്കുന്നത് എങ്ങനെ? ബൈബിൾ നിരാകരിക്കുന്ന ക്രിസ്ത്യാനി ആയിരിക്കുന്നത് എങ്ങനെ? ജാതിയും വർണ്ണവും മാറ്റപ്പെടാവുന്ന പദങ്ങളാണെങ്കിൽ ഹിന്ദുത്വത്തെ നിർവചിക്കുന്ന ശാസ്ത്രങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് വർണ്ണമെങ്കിൽ ജാതിയെ, അതായത് വർണ്ണത്തെ നിരാകരിക്കുന്ന ഒരാൾക്ക് സ്വയം ഹിന്ദു എന്ന് വിളിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് റെക്കോർഡാണ്, ഗാന്ധി എഴുതിയതാണ്. ഇതാണ് ശ്യാംകുമാർ ഈ പറയുന്നതിൻ്റെ ഒരു യഥാർത്ഥത്തിലൊരു അടിസ്ഥാനം. ഈ പറയുന്ന കാര്യത്തിൽ ഈ ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയൊരു പരിശ്രമം നടക്കുന്നു. നമ്മളത് കാണാതിരുന്നു കൂടാ. ഇത് ഏതെങ്കിലും 3-4 ബ്രാഹ്മണർക്കെതിരെ പറയുന്ന കാര്യമല്ല. ബ്രാഹ്മണ്യം മനുഷ്യവംശത്തിന് മുന്നോട്ട് കൊണ്ടുപോകാവുന്നൊരു കാര്യമല്ല. ഗുരു സനാതന ധർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സനാതന ധർമ്മങ്ങൾ, ക്രിസ്ത്യാനി സ്നേഹത്തെയും ഇസ്ലാം സാഹോദര്യത്തെയുമാണ് ശാശ്വത സത്യമായി കാണുന്നത്, സനാതന ധർമ്മമായി കാണുന്നത്. ശ്രീനാരായണനോ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നതാണ് സനാതന സത്യമായി പറയുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ആർഷഭാരത പാരമ്പര്യത്തിലുള്ള സനാതന സത്യമല്ല ഗുരു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതിന് തെളിവുകളുണ്ട്. ഇതെന്തുകൂടെ നിങ്ങളിത് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ പറയുന്ന ഗുരു പറയുന്നൊരു CV കുഞ്ഞിരാമനുള്ള സംഭാഷണത്തിൽ പറയുന്നൊരു കാര്യം, സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് ക്രിസ്ത്യാനിയും സാഹോദര്യമാണ് ഏറ്റവും വലുതെന്ന് മുസ്ലിമും പരസ്പരം പോരടിക്കേണ്ടതില്ല. സ്നേഹമില്ലാതെ സാഹോദര്യം നിൽക്കില്ല, സാഹോദര്യമില്ലാതെ സ്നേഹത്തിനർത്ഥമില്ല. സമാനമായ വാചകം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. സമത്വം ഉണ്ടാകണമെങ്കിൽ സാഹോദര്യം ഉണ്ടാകണമെന്നും സാഹോദര്യവും സമത്വവും ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് അർത്ഥമില്ലെന്നും പറയുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മനുഷ്യവംശം ഉയർത്തിപ്പിടിക്കുന്നത് നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യമാണ്. ഇത് പ്രദാനം ചെയ്യാനായിട്ട് കഴിയാത്ത ഇവർ പറയുന്ന ഹിന്ദു സമം സനാതന ധർമ്മം എന്ന് പറയുന്ന ബ്രാഹ്മണ്യം ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ പൊരുൾ. അതല്ല, അതിന് നിലനിൽക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത 1, 2, 3 അക്കമിട്ട് നിങ്ങൾ പറയണം. അതല്ലാതെ വെറുതെ നമ്മൾ തർക്കിക്കേണ്ട ഒരു കാര്യവും ഇതിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്റെ സമയം സണ്ണി സാറിന് കൊടുക്കാം. സണ്ണി സാർ വായിച്ചതിൽ മഹാത്മാഗാന്ധി ഹിന്ദുത്വം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധി ഹിന്ദുത്വം എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. ഹിന്ദുത്വം യഥാർത്ഥത്തിൽ ശ്രീ വീര സവർക്കറിന്റെ ഒരു പോപ്പുലറൈസേഷനാണ്. ചന്ദ്രനാഥ് ബസുവാണ് ആദ്യം ഉപയോഗിച്ചത്. അങ്ങ് കോട്ട് ചെയ്ത് ഒരുപക്ഷെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം മഹാത്മാഗാന്ധി ഹിന്ദുത്വം എന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല, അങ്ങ് കോട്ട് ചെയ്ത് തെറ്റാണ് എന്നങ്ങ് റിയലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യം. അതിനെനിക്ക് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന
അംബേദ്കറുടെ ജാതി നിർമൂലനം ഉൾപ്പെടെയുള്ള ഒന്നാമത്തെ വോള്യത്തിൽ ഗാന്ധി അന്ന് പ്രസിദ്ധീകരിച്ച കത്തുകൾ, ഈ പറയുന്ന ഹരിജനിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് രാഹുലിന് നേരിട്ടെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഇതാണ് അതിനകത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഹിന്ദുത്വ എന്ന വാക്ക് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ? അങ്ങേക്ക് പറയാം. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഇതിനെ കുറിച്ച് മാധു പബ്ലിക്കലി ഒരു ഡിബേറ്റ് വെക്കണം. ഇനി എന്റെ അറിവ് കുറവായിരിക്കും, അല്ല ആയിക്കോട്ടെ, ഇനി എന്റെ അറിവ് കുറവായിരിക്കും. അഥവാ ഇങ്ങനെ ഹിന്ദുത്വ എന്നൊരു വാക്ക് ഗാന്ധിജി ഉപയോഗിച്ചോട് പരസ്യമായി മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഭാവിയിലെങ്കിലും അങ്ങ് ഇത് കോട്ട് ചെയ്യരുത്, ഭാവിയിലെങ്കിലും കോട്ട് ചെയ്യരുത്. ഇനി പോട്ടെ, ഇനി 2-3 പെട്ടെന്ന് തെറ്റിദ്ധാരണകൾ മാറിക്കോട്ടെ. ഇനിയും സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പുസ്തകം എടുത്ത് നോക്കുന്നേ. ഉപയോഗിച്ചിട്ടില്ല. ഹരിജൻ അടക്കം ഹിന്ദു എന്ന് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സനാതനി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹിന്ദുത്വ എന്നുള്ളത് വേറൊരു രാഷ്ട്രീയ ലൈനാണ്. അത് വീരനായ വിനായക് ദാമോദർ സവർക്കറിന്റെ ലൈനാണ്. പോട്ടെ, ഇനി 2-3 പെട്ടെന്നുള്ള കാര്യങ്ങൾ. ശ്യാംകുമാർ സാർ പറഞ്ഞതിലെ തെറ്റിദ്ധാരണകളാണ്. ഒന്ന്, ദേവന്റെ റിച്വലിസ്റ്റിക് പിതാവാണ്, ദേവതയുടെ പിതാവാണ് തന്ത്രി എന്നുള്ളത് സുപ്രീം കോടതിയിലെ ഒരു വെൽ സെറ്റിൽഡ് പൊസിഷൻ തന്നെയാണ്. അതായത് ആചാര കാര്യങ്ങളിൽ അവസാന വാക്ക് തന്ത്രിയുടെയാണ്. എന്നാൽ സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ ദേവസ്വം ബോർഡാണ്. തന്ത്രി ആചാര കാര്യങ്ങൾ, കാര്യം തന്ത്രിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വരികയാണ്. എനിക്ക് ഇടപെടുന്നതിൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചർച്ചയുടെ തുടക്കത്തിലാണ് അങ്ങ് കോടതി വിധിയെ ഞങ്ങൾ എതിർത്ത് തോൽപ്പിച്ചു എന്ന് പറഞ്ഞത്. സുപ്രീം കോടതി വിധിയൊക്കെ ഉദ്ധരിക്കാൻ അതിജീവിച്ചു എന്നാണ് പറഞ്ഞത്. കോടതി വിധി, സുപ്രീം കോടതിയുടെ വിധി അങ്ങനെ അതിജീവിക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെ അതിജീവിക്കാൻ മനസ്സുള്ളവർക്ക് പിന്നെ ഈ കോടതി വിധിയും ഇതൊക്കെ ഉദ്ധരിക്കാനുള്ള ധാർമ്മിക അവകാശം കോടതി തന്നെ പിന്നോട്ടെടുത്തല്ലോ. മാധു കണ്ടല്ലോ, സുപ്രീം കോടതി തന്നെ ആദ്യം ഒരു രാഷ്ട്രീയക്കാരും സപ്പോർട്ട് ചെയ്തില്ല. സുപ്രീം കോടതിയുടെ 4-1 വിധിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. പിന്നീട് എല്ലാവരും ആ നിലപാടിൽ നിന്ന് മാറി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിശ്വാസികളുടെ വികാരം കൂടെ കണക്കിലെടുത്ത് അവർ തന്ന വിധിന്യായം തിരിച്ചെടുത്തു. അഭിഭാഷകൻ കൂടിയാണ്. കോടതി, സുപ്രീം കോടതി, പരമോന്നത കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു വിധി പറയുന്നവർ ഒരു നിലപാടെടുക്കുന്നത് വരെ ആ വിധി അങ്ങനെ പ്രക്ഷോഭത്തിലൂടെ അതിനൊരു സ്റ്റേ ഉണ്ടാക്കിയെടുക്കാൻ, ഞാൻ സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് സാമൂഹ്യമായ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അത് വന്നാൽ അത് ലോ ഓഫ് ദ ലാൻഡ് എന്ന നിലയ്ക്ക് അപ്പോൾ മുതൽ ഉണ്ടാവുന്നതല്ലേ? ഞങ്ങളെല്ലാം അതിന് അറസ്റ്റ് ചെയ്തതാണല്ലോ. എന്നെ 5 തവണ അറസ്റ്റ് ചെയ്തു, 2-3 ആഴ്ചയോളം ജയിലിൽ കടന്നു, ഞങ്ങളടക്കം ഒരുപാട് പേർ. പിന്നെ അങ്ങനെയാണെങ്കിൽ ശ്രീ രാഹുൽ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഈ പറയുന്ന പൊസിഷനെ കുറിച്ച് പിന്നീട് എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നത്? അതിനുശേഷമാണ് അങ്ങ് നിയമം പഠിക്കുകയും അഭിഭാഷകരൊക്കെ ആവുകയും ചെയ്തത്. സുപ്രീം കോടതിയുടെ 4-1 എന്നുള്ള വിധി ഒരു വരിയിൽ പറയാം. സുപ്രീം കോടതിയുടെ 4-1 ശബരിമലയ്ക്കെതിരായ വിധി തെറ്റായിരുന്നു എന്ന് സുപ്രീം കോടതി തിരിച്ചറിഞ്ഞു. അതിന് പ്രക്ഷോഭങ്ങൾ കാരണമായി. പൂജനീയ സർസംഘചാലകിന്റെയും നരേന്ദ്രമോദിജിയുടെയും രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയതും ശശി തരൂർ നിലപാട് ഞാൻ ഇതൊന്നും ചോദിച്ചില്ല. ഞാൻ എന്റെ പിന്നീടുള്ള ഗതി ചോദിച്ചില്ല. സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിമിഷം മുതൽ പ്രാബല്യത്തിലാണെന്നിരിക്കെ പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. നമ്മുടെ ഈ പറയുന്ന ഭരണഘടന വിശ്വസിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് ഒരൊറ്റ വരി മാത്രം. മാധുവിന് ഇതുവരെ മനസ്സിലായില്ലേ ഞങ്ങൾ വിശ്വാസികളായിരുന്നു അതിൽ ശരിയെന്ന്? സുപ്രീം കോടതിക്ക് തെറ്റ് മനസ്സിലായി, CPM-ന് പോലും തെറ്റ് മനസ്സിലായി. G. സുധാകരൻ സാർ മാറ്റി പറഞ്ഞു, പത്മകുമാർ സാർ മാറ്റി പറഞ്ഞു, CPM-ന്റെ നിലപാട് മാറി. വ്യക്തിപരമായ ഒരു വികാരങ്ങളെയും അതിൽ ഈ പറയുന്ന തെറ്റ് മനസ്സിലായി എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായ ആരോപണങ്ങളാണ്. അത് സുപ്രീം കോടതിക്ക് ബാധകമല്ല. സുപ്രീം കോടതി തങ്ങളുടെ വിധിന്യായം അങ്ങനെ പശ്ചാത്തപിക്കുന്ന ഒരു സംവിധാനമല്ല സുപ്രീം കോടതിയും രാജ്യത്തെ നിയമവും ഭരണഘടനയും. പിന്നീട് വരുന്ന വാദങ്ങളോ പിന്നീട് വരുന്ന കാര്യങ്ങളോ പരിഗണിച്ച് വിധി മാറുമായിരിക്കും. അതിൽ പശ്ചാത്താപവും പൂങ്കണ്ണീരും ഒന്നും ഇല്ല. ശ്രീ രാഹുൽ സർ, ഞാൻ എങ്ങനെയൊക്കെ വരാം, ഒരു നിമിഷം ഞാൻ വരാം. ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ MA ബേബി, ആചാരങ്ങൾ അതാത് സമൂഹങ്ങൾക്കുള്ളിൽ നിന്ന് രൂപവൽക്കരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും കാലോചിതമായത് പരിഷ്കരിക്കണമെന്ന അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അംഗീകരിക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി ആ വേദിയിൽ അതിനെ അനുകൂലിച്ച് സംസാരിച്ചതാണ് NSS പോലും എതിർത്തത്. CPM ഇപ്പോഴും വളരെ സജീവമായ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുപോകണം. മേൽവസ്ത്രം ധരിച്ച് പുരുഷന്മാർ അമ്പലത്തിൽ കയറുന്നത് അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലപാട് CPM എടുക്കുന്നുണ്ടോ? എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ചർച്ചകൾ എന്നുള്ളതാണ് അങ്ങയുടെ നിലപാട്? അല്ല, ആദ്യമായിട്ട് ഈ ചർച്ചയുടെ വളരെ കുറഞ്ഞൊരു ഭാഗമേ ഞാൻ കേട്ടുള്ളൂ. ഞാനിപ്പോ തമിഴ്നാട്ടിലടുത്ത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടയ്ക്കാണ് അല്പം നിങ്ങൾ വിളിച്ചപ്പോ ഈ വിഷയമായതുകൊണ്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എല്ലാ കാലത്തേക്കും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ആചാരങ്ങൾ
എന്ന് പറയുന്നത് യാതൊരു ശാസ്ത്രീയ സാധുതയും ഉള്ള കാര്യമല്ല, ഒട്ടും യുക്തിക്ക് നിരക്കുന്നതല്ല. മനുഷ്യരാശി ലോകത്തിന്റെ പല ഭാഗത്തും പലതരം ആചാരങ്ങൾ കീഴിൽ ജീവിച്ചിട്ടുണ്ട്. വലിയ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഗ്രീസിൽ, റോമിലൊക്കെ അടിമകളും അടിമ ഉടമകളും ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ ആചാരം. അത് നിലനിന്നോ? അത് പോയില്ലേ? അതുപോലെ ആ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും വൃത്തികെട്ട ഹീനമായ ജാതി വ്യത്യാസം നിലനിന്നിരുന്നു. നടക്കുന്നതിന് ണമായിരുന്നു അല്ലേ? ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇപ്പൊ നിൽക്കുന്നുണ്ടോ? അതുകൊണ്ട് എന്നെന്നും മാറാതെ നിൽക്കുന്ന ഒരാചാരവും ഒരു ചട്ടവുമില്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം. പിന്നെ ആചാരങ്ങളെല്ലാം അതിൽ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഒരു കോൾ എടുക്കുന്നു എന്നുള്ളതിനാണ് വിമർശിക്കപ്പെടുന്നത്. ഇപ്പോ അതൊരു സജീവ ചർച്ചയായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിനുള്ളിലേക്ക് കടന്നിറങ്ങിച്ചെന്നുള്ള വിമർശനം ഉന്നയിക്കുന്നതിനെയാണ് മറ്റുള്ളവർ ഇതിന് നേരെ ഘടകവിരുദ്ധമായ നിലപാടെടുക്കുന്ന ആളുകൾ. അതിലേക്ക് ഞാൻ വരികയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ അഭിപ്രായം പറയുന്നത് ഈ തെറ്റായ ആചാരങ്ങളുടെ കെടുതി അനുഭവിക്കുന്നവർ വിവിധ സമുദായങ്ങളിൽ, വിവിധ മതങ്ങളിൽ, അതിനുള്ളിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ ശരിയായ മെച്ചപ്പെട്ട തരത്തിൽ ഇന്ന് നിലവിലുള്ള തെറ്റായ ആചാരങ്ങൾ മാറ്റണം എന്ന അഭിപ്രായം വരുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അതിനകത്ത് നിലപാടെടുക്കേണ്ടി വരും. തെറ്റെന്ന് പൊതുവിൽ സമൂഹം തിരിച്ചറിയുന്ന ആചാരങ്ങൾ മാറ്റി കുറച്ചും കൂടെ ശരിയായ ആചാരങ്ങളിലേക്ക് പോകണം എന്നീ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ തന്നെ ഉള്ളവർ പറയുമ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾ പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറഞ്ഞു. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ധൈര്യം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സാമൂഹ്യമായ കടമ. അതല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതിനകത്ത് പറയാനില്ലേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്നുള്ളതല്ല. എന്നാൽ ആചാരങ്ങൾ എന്തെങ്കിലും ബലം പ്രയോഗിച്ച് മാറ്റാനും ഞങ്ങൾ ഇല്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയുണ്ട്, അതാണ് അടിസ്ഥാന നിയമം ഈ രാജ്യത്ത്. ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പാടില്ല. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രാവബോധം നമ്മൾ സമൂഹത്തിൽ വളർത്തിയെടുക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പേടിച്ചൊളിച്ചിരിക്കുകയും ചെയ്യും. കുമാരനാശാൻ പറഞ്ഞതുപോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെത്താൻ എന്ന് മനസ്സിലാക്കണം. അതെന്റെ സുഹൃത്ത് രാജ്യങ്ങളൊക്കെ മനസ്സിലാവത്തില്ലെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി. തിരക്കുകൾക്കിടയിലും സംസാരിച്ചത് ശ്രീ ഉല്ലാസ് ബാബു. ഇപ്പോ ആചാരങ്ങളും ഈ പറയുന്ന ചാതുർവർണ്ണയവും രാജഭരണവും മറ്റു പലതും നിലനിൽക്കുന്ന സമയത്ത് അത്തരം അഭിപ്രായങ്ങൾ എവിടെ നിന്നാണ് വരേണ്ടത് എന്ന് നമുക്ക് ശഠിക്കാം. അതായത് അത്തരം ശാഠ്യങ്ങൾ ഉള്ളവർക്ക് നമുക്ക് എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു, ശഠിക്കാം. ഇതിപ്പോൾ നാട്ടിൽ ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൽ സർക്കാരുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, നയരൂപീകരണം ഉണ്ടാക്കുന്നത്, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നിയമസഭയാണ്. അതിനെയൊക്കെ നയിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. അവർക്ക് ഇതിൽ നിന്ന്, ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് നവോത്ഥാനം സാധ്യമാണോ? മുന്നോട്ട് പോക്ക് സാധ്യമാണോ? മധു, നമുക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ, ഞാനൊരു വാദത്തിന് വേണ്ടി പറയുകയാണ്, അങ്ങനെയാണ് എങ്കിൽ എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ആചാരങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഇവിടുത്തെ സർക്കാരിന് മുൻകൈയെടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വാസികൾ വിശ്വസിച്ചോട്ടെ. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഹിന്ദു വിശ്വാസത്തിന്, നിങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് മാധുവിനെ അല്ല കേട്ടോ, ഈ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്ന ആളുകളെയാണ്. ആചാരങ്ങളിൽ പരിഷ്കാരം വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ആചാരങ്ങളെ അംഗീകരിക്കുന്നവരായിരിക്കണം അതിൽ ആവശ്യപ്പെടേണ്ടത്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്രവിശ്വാസിയാണ്, ഞാൻ കുപ്പായം ഊരണോ കുപ്പായം ഇടണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഊരാം, ഇഷ്ടമില്ലെങ്കിൽ ഊരാതിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് നിന്നിട്ട് തൊഴാം. അതെൻ്റെ മാത്രം വിശ്വാസം, കാരണം ഞാൻ വിശ്വാസിയാണ്. ഈ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, അതുമായിട്ട് യാതൊരുവിധ പുലബന്ധവുമില്ലാത്ത ആളുകൾക്ക് എത്രത്തോളം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു കളയുന്നുവോ അത്രത്തോളം അന്ധവിശ്വാസങ്ങൾ നഷ്ടപ്പെടുമെന്ന് വാദിക്കുന്നവർക്ക്, ക്ഷേത്രങ്ങളെ തല്ലിപ്പൊളിച്ച് ഫുട്ബോൾ കോർട്ടുകളാകും എന്ന് വാദിച്ചവർക്ക് എന്തിനാണ് അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിഷ്കരിക്കാൻ ഇത്ര തിടുക്കം? ഹിന്ദു മത വിശ്വാസങ്ങളിലേക്ക് നേരെ നെഞ്ചത്ത് കയറിയിരുന്ന് ഈ അഭ്യാസം കാണിക്കുന്നതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ ഗൂഢലക്ഷ്യം എന്താണ്? അത് കൃത്യമായി ചോദിക്കേണ്ടതില്ലേ? അത് തിരുത്തേണ്ട കാര്യങ്ങൾ
പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ശൈലിയിൽ അത് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വിഭാഗം അത് ചെയ്തുകൊള്ളുമല്ലോ. അല്ല എങ്കിൽ ഇനി ജനാധിപത്യ ശൈലിയിലാണ് നിങ്ങൾ ഇതിനെ പരിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ എല്ലാ വിഭാഗങ്ങളുടെയും കാര്യങ്ങളെടുക്ക്, എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ ശൈലി എടുക്ക്, എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേത്രീയ ശൈലികളെടുക്ക്, എല്ലാ ദേവാലയങ്ങളുടെയും കാര്യങ്ങളെടുക്ക്, അതൊക്കെ ചർച്ച ചെയ്ത് അതൊക്കെ പരിഷ്കരിക്കാൻ ഇവർ തയ്യാറുണ്ടോ? അപ്പൊ ഇവിടെ ഒരു കാര്യം അത് മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിപ്പോ പക്ഷെ നിയമസഭ ചർച്ചയ്ക്കെടുത്തൊരു പ്രമേയമല്ലല്ലോ ഇത്. ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു സാമുദായിക സമ്മേളനം നടക്കുന്നു. അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ചിന്ത, അതിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും കാലാനുസൃതമായ എല്ലാ ആചാരങ്ങളെയും പരിഷ്കരിക്കണം എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണമോ ഒരു നയരൂപീകരണമോ സാധ്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഉന്നയിക്കാം. പക്ഷെ ആ വേദി അതല്ല, നിയമസഭയിലെ പ്രമേയ അവതരണമോ ചർച്ചയോ അല്ല. ഇത് ഉന്നയിക്കപ്പെട്ട ഈ പറയുന്ന സമുദായത്തിൽ നിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മാധു ഞാൻ പറയുന്നത്, ഒരു വേദിയിൽ ഒരു ആചാര്യൻ സ്വാഭാവികമായിട്ട് വിശ്വാസങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ അധികാരമുള്ളതും അവകാശമുള്ളതും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ളതുമായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള ഒരു ആചാര്യൻ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തമ്മ കടിച്ച വ്യക്തി എന്ന് പറയപ്പെടുന്ന വ്യക്തി രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ നിൽക്കുന്നതായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഹിന്ദു വിശ്വാസങ്ങളോട് കാണിച്ചിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു വിശ്വാസങ്ങളോട് കാണിച്ചിട്ടുള്ള ശൈലി നോക്കിയാൽ തന്നെ നമുക്ക് വളരെ കൃത്യമാകുന്നതാണ്. അദ്ദേഹം എന്തിന് ഈ സമയത്ത് ഇതിൽ കടിച്ചതൊരു ചർച്ചാ വിഷയത്തിലേക്ക് ഇടുന്നു എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. രാഷ്ട്രീയ ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾക്ക് അടിമപ്പെടുത്തി കൊടുക്കാനുള്ളതല്ല ഈ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ക്ഷേത്രങ്ങളും എന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് കയറി നിരങ്ങി അഭിപ്രായം പറഞ്ഞ് വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് വി.ഡി. സതീശൻ അഭിപ്രായം പറഞ്ഞു. വി.ഡി. സതീശൻ വിശ്വാസിയാണ്, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. ഗണേഷ് കുമാർ വിശ്വാസിയാണ്, ഗണേഷ് കുമാർ ഈ വിഷയത്തെ തിരുത്തി പറഞ്ഞില്ല, ഗണേഷ് കുമാറിന് അത് പറയാനുള്ള അവകാശമുണ്ട്. CPIM-ന് പിണറായി വിജയൻ അത് പറയാൻ അവകാശമില്ല എന്ന് പറയപ്പെടുന്നത് അവർ ഇതിനെ നഖശികാന്തം എതിർത്ത് ഇതിനെ നശിപ്പിക്കണമെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണെന്ന്, അവർ ഈ വിഗ്രഹാരാധന പോലും അംഗീകരിക്കാത്ത ആളുകളാണ് എന്ന്, അവർക്ക് ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു. രണ്ട്, അവർ ഇതിൽ അഭിപ്രായം പറഞ്ഞുവെങ്കിൽ അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ കളികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രൈം ടൈം ചർച്ചയിലേക്ക് വലിച്ചിഴക്കാൻ മാത്രമുള്ളതല്ല ഹിന്ദു വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും വിശ്വാസങ്ങളിലുള്ള ആചാരങ്ങളിലുള്ള തെറ്റുകളും ശരികളും നിങ്ങൾ പരസ്പരം നിരത്ത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ CPM-നെ അറിയിച്ചിരുന്നു. ഇന്ന് മറ്റൊരു വിഷയം ചർച്ചയാവുകയാണെങ്കിൽ മാത്രമേ അതിഥികളെ നൽകുകയുള്ളൂ എന്ന തീരുമാനമാണ് പാർട്ടി കൈക്കൊണ്ടത്. പാർട്ടി കൈക്കൊള്ളുന്ന തീരുമാനം അല്ലെങ്കിൽ അതിനനുസരിച്ച് ചർച്ച ക്രമീകരിക്കാൻ ഉള്ള എഡിറ്റോറിയൽ പോളിസി അല്ല നമ്മുടേത് എന്നുള്ളത് കൊണ്ട് CPM-ന്റെ അതിഥി ഈ ചർച്ചയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. മറുപടി പറയേണ്ട പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പറയുകയായിരുന്നു. ഏകപക്ഷീയമായി ചർച്ച പോകുന്നു എന്ന ചിന്തയുള്ളവർക്കുള്ള മറുപടിയാണ് അത്. ഒരിടവേള എടുക്കട്ടെ. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. സ്വാഭാവികമായും ഒരു മതവിശ്വാസത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് വളരെ ഗൗരവത്തോടെയും പക്വതയോടും കൂടി നമ്മൾ കാണേണ്ടതാണ്. ടെലിവിഷൻ ചർച്ചകളിലേക്ക് ആ വിഷയം എടുത്തു വെക്കുമ്പോഴും അതിൻ്റെ ഒരു മൂർച്ച, അതിൻ്റെ ഒരു പ്രഹരശേഷിയൊക്കെ നമുക്ക് നല്ല ബോധ്യമുള്ളവയുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായുമുള്ള ജാഗ്രത എല്ലാ പാനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഇതുവരെയുള്ളതും ഇനിയും നമുക്ക് പറയാൻ ഉള്ളതും. ശ്രീ T.S. ശ്യാംകുമാർ, ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുടർച്ചയായി മറ്റ് സമൂഹങ്ങളുടെ ഇത് സ്വാഭാവികമായും സ്വാമി സച്ചിദാനന്ദൻ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാഴ്ചപ്പാട് ചൂണ്ടിക്കാണിക്കുന്നതിന് മറുപടി വരുന്നൊരു സാഹചര്യം മാത്രമാണ്. ആ ചർച്ചകളിൽ എപ്പോഴും ഇതര മതസ്ഥരുടെ വിശ്വാസങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ പോകാത്തത് എന്ന ചോദ്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഇതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങ് നേരത്തെ ചോദിച്ചു, തന്ത്രിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ മുന്നോട്ട് വെക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നവോത്ഥാനത്തിൽ എത്രത്തോളം സാധ്യമായിട്ടുണ്ട് എന്ന ചരിത്രം അങ്ങ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പല ആചാരങ്ങൾ, പല കാലങ്ങളിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ട് തന്നെയാണ് സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത്. ലംഘിക്കപ്പെടുകയോ തിരുത്തുകയോ ചെയ്യപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്.
സതി ഒരു ആചാരമായിരുന്നു നമ്മുടെ നാട്ടിൽ, അത് മാറ്റിയിട്ടുണ്ട്. പലരുടെ ജീവനും കണ്ണീരും ഒക്കെ ഒപ്പിയ ഒരു തീരുമാനമായിരുന്നു. അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന തീരുമാനം ഒരു സമൂഹത്തിൽ നിന്നുണ്ടായിട്ടാണോ? അല്ല. പക്ഷേ കാലികമായി അതിനെ അവതരിപ്പിക്കാനുള്ള ശേഷി, അല്ലെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു വിശേഷ ബുദ്ധി, അല്ലെങ്കിൽ ഒരു സവിശേഷത ഒക്കെ ആർക്കാണുള്ളത്? നമ്മുടെ നവോത്ഥാന നായകരെന്ന് വിളിക്കാൻ കഴിയുന്ന ആളുകൾ ഇന്നില്ലല്ലോ നമുക്ക്. ഇതിനകത്ത് രണ്ട് തരം പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് തരം പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, രസകരമായ കാര്യമെന്ന് വേണം പറയാൻ. കാരണം തന്ത്രി പിതാവാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം തന്ത്രസമുച്ചയം കുഴിക്കാട്ട് വെച്ചൊക്കെ ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നവരെ ഇപ്പോൾ സുപ്രീം കോടതിയോട് വലിയ സ്നേഹമായി. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്നേഹം, സുപ്രീം കോടതിയോട് ഇത്രയും ബഹുമാനവും സ്നേഹവും ഒക്കെ എങ്ങനെ വന്നു? ഇതേ സുപ്രീം കോടതിയല്ലേ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചത്? ആ സുപ്രീം കോടതി വിധിയോട് യാതൊരു ബഹുമാനവും സ്നേഹവും ഇല്ല. തന്ത്രി പിതാവാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അതെ 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 ഈ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ ഞാൻ ഉന്നയിക്കുന്നത്, ഈ ഹിന്ദുവിശ്വാസം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് ഹിന്ദുവിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഞാൻ 2 ഉദാഹരണം അതിലേക്കൊന്ന് വായിക്കാം. അത് 1919 ജനുവരി മാസം 25-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയാണിത്. അതിങ്ങനെയാണ്: 1.5 പതിറ്റാണ്ട് മുമ്പ് തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ റൗക്ക ധരിച്ചെത്തിയ നായർ സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയതും തുടർന്ന് നായർ സ്ത്രീകൾ റൗക്ക ധരിച്ചെത്തരുതെന്നും രാജർഷി രാമവർമ്മ കൽപ്പിച്ചു എന്നുള്ളതാണ് 1919 ആ വാർത്ത. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തുമ്പോൾ റൗക്ക ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ആചാരവും വ്യവസ്ഥയും നിലനിന്നിരുന്ന നാടാണ്. ഇനിയും 1915 11/9/1915 കൊച്ചി ഗവൺമെൻറ് ഗസറ്റ് ഒന്ന് വായിക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1090 കർക്കടകം 30 മുതൽ 1091 ധനുമാസം 17 വരെ നടത്തി വരുന്ന പഞ്ചസന്ത അടിയന്തരം അവസാനിക്കുന്നത് വരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ 4 പുറയുള്ള ഇടവഴികളിൽ കൂടിയോ ഈ ക്ഷേത്രത്തിൻ്റെ തെക്കും പടിഞ്ഞാറുമുള്ള കുളങ്ങൾക്ക് സമീപത്തു കൂടിയോ ഹിന്ദുക്കളിൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്, ഹിന്ദുക്കളിൽ തീണ്ടലുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ ഗതാഗതം ചെയ്യുന്നതായാൽ ഈ ക്ഷേത്രത്തിന് അശുദ്ധി ബാധിക്കുന്നതിനും തന്നിമിത്തം സമാധാന ലംഘനത്തിനും ഇടയുള്ളതായി നമുക്ക് കാണപ്പെട്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടിയോ സ്ഥലങ്ങളിൽ കൂടിയോ മേൽപ്പറഞ്ഞ ജാതിക്കാർ ഇന്നു മുതൽ ധനു 17 വരെ ഗതാഗതം ചെയ്തു പോകരുതെന്ന് ഇതിനാൽ നാം കൽപ്പിക്കുകയും ഖണ്ഡിതമായി താക്കീതാക്കുകയും ചെയ്യുന്നു. ഞാനിത് വായിക്കാൻ കാരണം എന്താണ്? ഈ ഹിന്ദുക്കളെന്ന് പൊതുവെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമാണ്. കൊച്ചി ഗവൺമെൻറ് ഗസറ്റിൽ പറയുന്നു ഹിന്ദുക്കളിൽ തന്നെ തീണ്ടലുള്ള ജാതിക്കാർ. നോക്കൂ, ഇവിടെ ഹിന്ദുക്കളുടെ വിശ്വാസം, ആചാരം എന്ന് പറയുന്നത് മുഴുവൻ ബ്രാഹ്മണ്യത്തിൻ്റെ, നമ്പൂതിരി ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. നിങ്ങൾ നോക്ക്, ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്ക ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹിന്ദുത്വ ബ്രാഹ്മണ്യം സംരക്ഷിച്ചതിൻ്റെ ഒരു ചരിത്രമുണ്ടോ? ദളിതരുടെ അമ്പലങ്ങളും ആദിവാസികളുടെ ക്ഷേത്രങ്ങളും എല്ലാം തന്നെ ബ്രാഹ്മണ്യം ദേവപ്രശ്നം വെച്ച് കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്മേലൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഹിന്ദുത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ച് നമ്പൂതിരി ബ്രാഹ്മണ്യത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ഇവരാരും തന്നെ ദളിതരുടെയോ ആദിവാസികളുടെയോ പിന്നോക്ക ജനതയുടെ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ദളിതരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കാത്തത്? പകരം എക്കാലത്തും നമ്മൾ കാണുന്നത് എന്താണ്? എക്കാലത്തും നമ്മൾ കാണുന്നത് നമ്പൂതിരി ബ്രാഹ്മണ്യത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്ത്രീകൾക്കെതിരായ അപമര്യാദ അല്ലെങ്കിൽ ആ അതിക്രമം ഉണ്ടായ വർഷം ഏത് എന്നാണ് അങ്ങ് പറയുന്നത്? 1919. ഇത് 1919 1919 ആ വാർത്ത വന്നത്. ഇത് ദേശാഭിമാനി 25/1/1900. ഇന്നത്തെ ദേശാഭിമാനിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. അന്നത്തെ പത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശരി, അത് നമുക്കൊരു ചെറായി രാമദാസിന്റെ കായൽ സമ്മേളനം രേഖകളിലൂടെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ രേഖകളെല്ലാം വളരെ കൃത്യമായിട്ട് ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സംശയമുള്ളവർക്ക് ചെറായി രാമദാസിന്റെ കായൽ സമ്മേളനം രേഖകളിലൂടെ
ശരി, അല്ല അങ്ങ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ സംശയം ഉന്നയിച്ചതല്ല. സ്വാഭാവികമായും ഇത് ഇത്തരം വിഷയങ്ങളായതുകൊണ്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ വർഷവുമായി ബന്ധപ്പെട്ട് അങ്ങ് ക്ലാരിഫൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീടാണെങ്കിൽ. ശരി, ഇല്ല വർഷം ഇപ്പൊ തന്നെ ക്ലാരിറ്റിയാണ്. 1919 25 അന്ന് 1919 രേഖയാണ് ഞാൻ ഈ പറയുന്നത്. അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു കാര്യമില്ല. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതം ഉച്ചതേ എന്ന്. അതുകൊണ്ട് തെളിവില്ലാതെ ഞാൻ ഒരു വാക്ക് എനിക്ക് പിന്നീട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങയുടെ പാണ്ഡിത്യത്തെ ഒന്നും ചോദ്യം ചെയ്തല്ല. അത് കേട്ടപ്പോൾ ഇതാ നോക്കൂ, അങ്ങ് ദേശാഭിമാനി എന്ന് ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചാണ്. സ്വാഭാവികമായി ഞാൻ ഒരു പത്രപ്രവർത്തകയാണല്ലോ, അപ്പോൾ ആ വർഷം ഉദ്ധരിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സംശയം അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ തെറ്റാണ് എങ്കിൽ, ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണ് എങ്കിൽ എന്ന് മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്തരം സംശയങ്ങൾ ആർക്കും ഉണ്ടാവുമല്ലോ. ഇത്തരം വിഷയങ്ങളിൽ ആരിലും ഒരു സംശയവും അവശേഷിപ്പിക്കാതെ പോകേണ്ടതിന്റെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ചോദിച്ചാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ശ്രീ ശ്യാംകുമാർ, അതുകൊണ്ടാണ് ഞാനത് വർഷവും കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കിയത്. ശരി, ശ്രീ സണ്ണിയം കബിക്കാട്, ഇപ്പോ ഇത് സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നത് അങ്ങേക്കും അറിയാവുന്നതാണ്, നമുക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സാമൂഹ്യ പ്രതിരോധങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ശ്രീ ഉല്ലാസ് ബാബു നേരത്തെ പറഞ്ഞു, വിശ്വാസമില്ലാത്തവർക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുന്നത്, വിശ്വാസ സമൂഹത്തെ തന്നെ വലിയ തോതിൽ ദ്രോഹിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് ഇതര രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ബോധമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും ഇന്ന് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരെയുമായിരുന്നു ആ പറയുന്ന പരാമർശം, ആരോപണം എന്ന് പറയുന്നത്. ഇതിൽ എന്തു ചെയ്യാൻ കഴിയും സർക്കാരിന്? അല്ലെങ്കിൽ സർക്കാരിന് ഇപ്പോൾ ദേവസ്വങ്ങൾ അത്തരം ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അത്തരം ചർച്ചകൾ സാധ്യമാണോ? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഇപ്പോൾ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി എയ്ത്തീസ്റ്റുകളുടെ പാർട്ടി ആയിരുന്നു. ഇപ്പോഴും അവിടെ വിശ്വാസികളൊക്കെ കാണുമായിരിക്കും. എനിക്കതിൻ്റെ വെറാസിറ്റി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട് അവർ ഇടപെടാൻ പാടില്ല, അത് പറയാം. ഇത് പറഞ്ഞത് വിശ്വാസിയാണോ എന്നുള്ളൊരു കാര്യമില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഒരഭിപ്രായം പറഞ്ഞത്. നമ്മളങ്ങനെയാണ് അതിനെ എടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അമ്പലത്തിൻ്റെ കാര്യം വിശ്വാസികൾ തീരുമാനിക്കും. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താവും? ഇതിനൊരു കോൺസെൻസസ് വേണ്ടേ? ഇതിനൊരു പൊതുവായ ഒരു മാനദണ്ഡം വേണ്ടേ? അതല്ലേ നമ്മുടെ ഭരണഘടന? അപ്പം ഇങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനകത്ത് ആരും ഇടപെടണ്ട, അത് ഞങ്ങൾ തീരുമാനിക്കും. വേറൊരു കൂട്ടർ പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഈ സമൂഹം മുന്നോട്ട് പോവുക? അപ്പം രണ്ടാമതൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന വിശ്വാസികൾ ഇടപെട്ട് മാത്രമല്ല ഈ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നടന്നിട്ടുള്ളത്, അല്ലാത്തവരുമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വരുമ്പോൾ അതിനകത്ത് അഭിപ്രായം പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ. അത് പറയട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കണ്ട. ആ അഭിപ്രായം നമ്മൾ സ്വീകരിക്കണ്ട, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കണ്ട. പക്ഷെ അവരഭിപ്രായം പറയരുത് എന്ന് പറയുന്നത്, ഓരോ സെക്ഷനും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നത് തികച്ചും അപകടകരമായ ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി അമ്പലങ്ങളെയും സംഗതികളെ ചുറ്റിപ്പറ്റിയാണ് മുഴുവൻ ഇടപാടുകളും നടത്തുന്നത്. അവരെല്ലാം ഭയങ്കര വിശ്വാസികളാണെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നതെങ്കിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അവിശ്വാസികളും ആ കൂടെയൊക്കെ ഉണ്ടാവും. അപ്പം ഇവര് പറയുന്നതിനകത്തൊരു യുക്തിയില്ലായ്മയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നാളെ മുതൽ ഒരു ചർച്ചയല്ല, സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉയർന്നു വരുന്നുണ്ട്. വിശദമായി ചർച്ച ചെയ്യണം എന്ന് ആളുകൾ പറയുന്നിടത്ത് സ്വാഭാവികമായും വരും പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.